മോനിക്കുട്ടനെ കാണാൻ ഒരു രാജാവിനെ പോലെ ഇട്ട്. മോനിക്കുട്ടൻ സുന്ദരനാണ്. മോനിക്കുട്ടന് ഗന്ധർവന്റെ ലുക്കാണ്. ഇത് തള്ളാണ്. എന്റെ ബൈറ്റാണ്, ഞാനാണ് പറയേണ്ടത്. ഇടയ്ക്ക് പറയല്ലേ, ഉണ്ണി കിട്ടില്ല. ഉണ്ണിയായിട്ട് ഭയങ്കര കെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലും കെയറിങ്. നമ്മളങ്ങനെ ഡൗൺ ആക്കി വിടത്തില്ല, ഫുൾ സപ്പോർട്ടായിരിക്കും. പക്ഷെ മറവി, കൃത്യനിഷ്ഠതയില്ലായ്മ, എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് നമ്മുടെ തലയെ കൊണ്ടുവെക്കുക. യു സമ്മതം, യു സമ്മതം, ഐ സമ്മതം, മനസമ്മതം. ഇന്നെൻ്റെ മോളുടെ മനസ്സമ്മതം നടക്കുന്ന ദിവസമാണ്. ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് ദിവസമാണ്. പപ്പ ഇല്ലാത്തൊരു കുറവുണ്ട്. എൻ്റെ മോൾ ഒത്തിരി ബ്ലെസ്ഡാണ്, ഒത്തിരി കഴിവുണ്ട്. ഞാൻ എപ്പോഴും ബഹുമാനിക്കുന്നൊരു കൊച്ചാണ്. ഒക്കെ ഏറ്റവും നല്ലത് മാത്രം വരണമെന്നുള്ള പ്രാർത്ഥന എപ്പോഴും. कहीं भी मैं जाऊं दिखे मुझे तू ही जैसे हुई, रोके रोके मुझे कोई लगे जैसे तूने आवाज दी, लगे नहीं मन. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് വിവാഹം ജോസഫിന് അതിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. നമ്മള് കണ്ടത് 16th അല്ലേ? 16th ഞങ്ങൾ ഫസ്റ്റ് മെസ്സേജ് ചെയ്യുന്നത് 16th ഫസ്റ്റ് 16th തന്നെ എൻഗേജ്ഡ് ആണ്. നിയർലി 1 year അല്ലേ? സർപ്രൈസ് അല്ലേ? എന്റെ ലുക്ക് സർപ്രൈസ് അല്ലേ? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് അതൊരു സർപ്രൈസ് അല്ലേ? ഇന്ന് ഞങ്ങളുടെ കല്യാണമാണ്. ഞാൻ നമ്മുടെ മോനിക്കുട്ടനെ കാണാൻ പോവുകയാണ്. കഴിയുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഞാൻ മാറൂല, ഞാൻ മൂക്കൂല, ഞാൻ നോക്കൂല. ചമ്പിയിലത് അടിപൊളി, അടിപൊളി. നല്ല ഓട്ടം, അതൊക്കെ കിട്ടും. I just wanna feel alive. With you, I'm alive. Fell in love, but it left me lonely. Tried to trust, but it burned me slowly. I didn't know what I was looking for till I found her. I found her. ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമ നടനാകുക എന്നുള്ളത്. പക്ഷേ നമുക്ക് കഴിവില്ല. പിന്നെ നിവിൻ പോളിയൊക്കെ
കയറി വന്നതോടെ നമ്മളൊക്കെ ഫീൽഡ് ഔട്ടായി. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ജോസ് പെരേരെക്കാട്ടിലും ഇഷ്ടമായി പോകുന്നുണ്ട്. ഞാനിവിടെ വെച്ച് നിർത്തുന്നു. മോനുകുട്ടനെ ഹോസ്പിറ്റലിൽ വെച്ച് ആദ്യം കണ്ടപ്പോഴാണ് മോനുകുട്ടാന്ന് വിളിച്ചു അച്ചിച്ച. അതാണ് അവൻ്റെ പേരായിട്ട് തീർന്നത്. മോനെക്കൂട്ടൻ ചെറുപ്പത്തിൽ നല്ല കുസൃതിക്കാരനായിരുന്നു. ഇപ്പോഴും അത് ഞാൻ ഒത്തിരി വീക്കാവുമ്പോൾ മോൾ എപ്പോഴും എന്നോട് പറയുന്നു, അമ്മ ജോബിൻ്റെ കഥ എന്നോട് പറഞ്ഞു തരുമായിരുന്നു. അവൾ നമ്മൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. പക്ഷേ അവൾ അന്നേരം പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കും. തമ്മിൽ ഒത്തിരി ഫൈറ്റ്സ് ഒക്കെ ഉണ്ടാകും. പക്ഷെ വേറെ ആരെങ്കിലും നമ്മളുടെ കാര്യത്തിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും അവള് ഒരു പ്രൊട്ടക്ടിങ് ഏഞ്ചലായിട്ട് വന്ന് അവൾ എന്നെ എപ്പോഴും കവർ ചെയ്യും. When I went to her house for dinner, and she draped me with a sari for the first time, and we were dancing in her garden, and she was making me take loads of pictures, which she knows I hate. അവളുടെ ബിഗ് ഡേ ആണ്. ഞങ്ങള് ഭയങ്കര ഇമോഷനാണ്. അതേസമയം എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീംസിലൊരു കാര്യമാണ് അവളുടെ മാരേജ് എന്ന് പറയുന്നത്. കുടുംബജീവിതം നയിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. അവർ രണ്ടുപേരും പിണങ്ങുകയോ പോലും ചെയ്യരുത്. നല്ല സ്നേഹത്തോടെ എപ്പോഴും എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞു തിരുത്തുക. രണ്ടുപേരും ഒന്നിച്ചു പോവുക. അതാണ് എൻ്റെ ആഗ്രഹം. ബോത്ത് ഫാമിലീസ്. ഇപ്പോൾ എനിക്കിവിടെ എൻ്റെ പപ്പേനെ പോലെ ആയിരിക്കും എൻ്റെ ചേട്ടായി വരുമ്പോഴത്തേനും. സോ ചേട്ടായി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക്.